വെള്ളം എടുക്കണം. വെള്ളം എടുക്കണ്ട വളരെ. ആ സുമിത്രേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു. വിളിക്കാൻ എന്താ? നിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അത് ഈ ബക്കറ്റ് എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയതാ. ആണോ? എന്താ വെള്ളം എടുക്കണം? എന്താണ്? വെള്ളമില്ലടി, അവിടെ എല്ലാം പറ്റി കിടക്കുക. ആ ഇവിടെയും വെള്ളമില്ല. രാവിലെ തൊട്ട് എല്ലാരും വന്ന് എടുത്തോണ്ട് പോണ കാരണം. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയടി. വെള്ളത്തിന് വേണ്ടിട്ട് തെക്ക് വടക്ക ഓടുക ആൾക്കാർ. ആ ഇപ്പൊ ചൂടും കൂടെ അല്ലേ, ഇവിടെ വറ്റി കിടക്കാണ്. 2 കുടത്തില് ആണോ വെള്ളം എടുക്കണേ? എനിക്ക് കുറച്ച് മതി. 2 കുടത്തിൽ കുറച്ച് മതി. 2 കുടം ആണെങ്കിലും വെള്ളം തന്നെയാണേ. എന്താണ് ഇപ്പം ഇവിടെ നിന്ന് വെള്ളമൊന്നും എടുക്കാത്തായിരുന്നല്ലോ. ഇപ്പൊ എന്താണ്? ആ ശങ്കരേട്ട വീട്ടിലെ ആളില്ലടി. അവര് കഴിഞ്ഞ ആഴ്ച എന്താണ്ടാ പുറത്തു പോയേക്കാണ്. ഇനിയിപ്പം വരാൻ കുറച്ചാൾ എടുക്കും തോന്നുന്നു. വീടൊക്കെ പൂട്ടിയിട്ടേക്ക് അവിടെ നിന്ന് എടുത്തോണ്ടിരുന്നു. അവിടെ ആളില്ലാത്തതാ ഈ ബുദ്ധിമുട്ട്. വേറെ ആരുടെയും വീട്ടില് വെള്ളമൊന്നും ഇല്ലേ? വേറെ ആരുടെ വീട്ടിലൊന്നും പോയില്ല. നമ്മളാവുമ്പോ പരിചയക്കാരല്ലേ. ഇവിടെ ഉണ്ണിയേട്ടനെ വെള്ളം ഇങ്ങനെ ആൾക്കാർ വന്ന് എടുത്തോണ്ട് പറഞ്ഞ ചീത്ത പറയാണ്. ചെടിക്ക് വെള്ളം നനയ്ക്കാനായിട്ട് വെള്ളമില്ല, കിണറ്റിലെ വെള്ളം മൊത്തം നീ നാട്ടുകാർക്ക് കൊടുക്കാണോന്ന് പറഞ്ഞ എന്റെ മെക്കിട്ട് കയറാണ്. സൗകര്യം തന്നെ ഇല്ല. ഇതിനെന്ത് ഇപ്പൊ വെള്ളം പെട്ടെന്ന് എടുത്തോണ്ട് പോകണം? എന്താണ്? ഒരുപാടൊന്നും വേണ്ടടി, എനിക്ക് കുറച്ച് മതി. രാവിലത്തെ ആവശ്യത്തിന് മാത്രം മതി. അല്ല ഈ ഉണ്ണിയേട്ടൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ആളാണേ. ഇതിപ്പം 2 കുടമാണെങ്കിലും വെള്ളമൊക്കെ തന്നെയാണ്. കുറച്ച് വെള്ളത്തിന്റെ കാര്യമില്ലേ, നമ്മളിങ്ങനെ അയൽക്കാരായിട്ട്. ഇവിടെ വെള്ളമില്ല. ആൾക്കാരൊക്കെ കൂടെ വെള്ളം എടുത്തോണ്ട് പോവാണ്. നിനക്ക് ഇത്രയെങ്കിലും വെള്ളം കിടപ്പുണ്ടല്ലോ, ഇച്ചിരി മതിയടി. ഞാൻ ഉണ്ണിയേട്ടനെ വിളിക്കാം, എന്നിട്ട് നീ പറഞ്ഞോ. ഉണ്ണിയേട്ടാ ആവശ്യത്തിനാണ് വിളിക്കും. സുമിത്ര, ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലടി, എടുത്തോളനെ പറയുള്ളൂ. എന്താ വിളിക്കാം? ഉണ്ണിയേട്ടാ ഇങ്ങ് വാ. സുമിത്രേ, തടിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കുറച്ച് വെള്ളം എടുത്തോട്ടെ ഉണ്ണി? നല്ലോണം എടുത്തോ. കണ്ടില്ലേ, എടുത്തോളാൻ പറഞ്ഞു. വെള്ളം ഇല്ലാത്തല്ലേ? അതെ. അപ്പൊ വെള്ളമൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അതെ, പോകാൻ പാടില്ല. വെള്ളം എടുക്കാൻ പാടില്ല. കുറച്ച് മതി. ഇതേണ്ടേ ഈ 2 കുടത്തില്, ചെറിയ കുടമില്ലേ? 2 2 കുടമാണെങ്കിൽ വെള്ളം തന്നെയല്ലേ? പിന്നെ സംശയം 2 കൂടാൻ വെള്ളം തന്നെയല്ലേ? അല്ലേ? അതെ. അപ്പൊ അത് എടുക്കാൻ പാടില്ല ശരിക്കും. നമ്മൾ അയൽക്കാരായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാവോ ഉണ്ണി? ഇവിടെ വെള്ളമില്ല. ഞങ്ങളുടെ അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഉണ്ണി. ചായ ഉണ്ടാക്കാൻ പോലും വെള്ളമില്ല. അതാ അവസ്ഥ. അതിന് ഇവിടെ തരാൻ വെള്ളം വേണ്ടേ? പിന്നെ ഈ കിണറ്റിൽ ഇത്രയും വെള്ളം കിടക്കുന്നില്ലേ? ചൂടല്ലേ, ഇത് വറ്റിപ്പോവും. വരണ്ട വേണക്കാലില് സുമിത്രേ, ഒരു തുള്ളി വെള്ളമില്ല, പിന്നെ ഉറവില്ല. സുമിത്രേ, വെള്ളം എടുക്കണ്ട. എന്നും ഇവിടെ വന്നിട്ട് പോയിക്കോ. ആ സന്തോഷം വന്നോട്ടില്ലേ? വെള്ളം പകർത്തും. എന്തിനാ, കിണർ കാണാനാണോ? എടി, എടുത്ത വെള്ളമെങ്കിലും ഞാനൊന്ന് കൊണ്ടുപോകും. എടി, ഈ വെള്ളം ഇപ്പൊ ആവശ്യമുണ്ട്. ഈ വെള്ളം ഇങ്ങനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ വറ്റിപ്പോടി. ഇത് എനിക്ക് നിങ്ങളുടെ വെള്ളം വേണ്ട. ഞാൻ നിങ്ങൾ വരത്തൂല്ല. തൊട്ടി താഴെ ഇടണ. രമേന്തി, ആള് വരുന്നില്ലാണ്ടാക്കി. പക്ഷെ നമുക്ക് വെള്ളമില്ല കൊടുക്കാൻ. അവൾ എന്തിനാണ് വരുന്നത്? അല്ല, വരുന്നതിനല്ല, നമുക്ക് വെള്ളം ഇല്ല കൊടുക്കാൻ. ഇല്ല, അതുകൊണ്ട് പറഞ്ഞേ. അതുകൊണ്ടല്ലേ തൊട്ടിയെടുത്ത് വെക്കി. വെള്ളം ഉണ്ടല്ലോ വേണ്ടെന്ന് എന്നും പറഞ്ഞ നാട്ടുകാർക്ക് മൊത്തം കൊടുക്കണം. അല്ല, കുറച്ച് കൊടുക്കായിരുന്നു. സ്വർണ്ണമൊന്നും അല്ലല്ലോ ചോദിച്ചത്, കുറച്ച് വെള്ളമല്ലേ? അതിന് മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് വയ്യ ഡെയിലി. അച്ഛൻ ഇപ്പൊ ഒന്ന് കൊറേ നേരമായോ? കുറച്ചു നേരം. ഇവിടെ ആരും കണ്ടില്ല. കണ്ടപ്പോ നീ എവിടെ പോയതാ? വെള്ളം എടുക്ക. എന്തായാലും വെള്ളമൊന്നും കാണാനില്ലോ. വെള്ളം തന്നില്ല അവര്. ആര്? ആ ഉണ്ണിയുടെ ഭാര്യ ദമയന്തി. ഞാൻ വെള്ളം കോരിയതാണ് അച്ഛാ. അത് അവരുടെ പാത്രത്തിൽ ഒഴിപ്പിച്ചിട്ട് എന്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഇനി വരണ്ടെന്നും പറഞ്ഞു. അയ്യോ, ഒരു കൂടം വെള്ളം കൂടി തരില്ല. അപ്പൊ അവിടുന്ന് നീ വെള്ളം കൊണ്ടുവരാറ്? അല്ല, ആ ശങ്കരേട്ടന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ പിന്നെ അവിടുന്ന് കൊടുത്താൽ മതിയായിരുന്നില്ലേ? അവിടെ ആളില്ല. അവര് ഗേറ്റും വീടൊക്കെ പൂട്ടിയിട്ട് കോയമ്പത്തൂരോ പാലക്കാട് അങ്ങോട്ട് പോയി. കുടിക്കാനും വെള്ളമില്ല, ഭക്ഷണം ഉണ്ടാക്കാനും വെള്ളമില്ല. ഇതൊരു കഷ്ടമാണിത്. അടി, അപ്പൊ പൈപ്പിൽ വെള്ളം വരുന്നില്ലേ? പൈപ്പ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? തുറന്ന കാറ്റ് മാത്രമേ ഉള്ളൂ. അതിലാണെങ്കിൽ വേട്ടവളിയും കൂട് വെച്ച് വെച്ചേക്കുക. അല്ല, ഇവിടെ ഒരു വേട്ടവളി ഉണ്ടല്ലോ, അവനവിടെ കുളിക്കാൻ പോയി. കുളിക്കാൻ പോയെന്ന്. എവിടെ? എവിടെ അടുത്ത് കുളമുണ്ടോ? കോളമൊന്നുമില്ല. കുറച്ചപ്പുറത്ത് സത്യേട്ടൻ്റെ ഒരു കൂട്ടുകാരന്റെ വീടുണ്ട്. അവിടെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി കുളിക്കേ? അല്ല, അപ്പൊ അണക്ക് കുളിക്കണം എന്നൊന്നും അവനറിയില്ലേ? എനിക്ക് ആണുങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് പോയി കുളിക്കാൻ പറ്റുമോ എപ്പോഴും? അച്ഛൻ എന്തോ നീ പറയണ?
എടി അപ്പൊ അവനോട് എവിടെയെങ്കിലും പോയിട്ട് 2 കുടം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞൂടെ? എനിക്ക് പറയാനല്ലേ പറ്റൂ അച്ഛാ. നിർബന്ധിച്ച് വിടാൻ പറ്റുമോ? ആ അച്ഛനെപ്പോഴാന്ന്? ഞാൻ കുറച്ചേരായി. ഞാനേ നമ്മുടെ രാഘവല്ലേ, വടക്കൽ രാഘവേ, ആ അവന്റെ മകന്റെ കല്യാണ. ഏത് സുരേഷിന്റെ? ആ സുരേഷിന്റെ. ഇവിടെ ഈ കിഴക്കമ്പലത്തുനിന്നാ പെണ്ണ്. ഓ, എന്താ എന്റെ കുളിയൊക്കെ കഴിഞ്ഞാ? ആ കുടിക്കാൻ പോയതാണേ. എന്താ അച്ഛൻ വന്ന പാടിരുന്നത്? എടീ അച്ഛന് കാപ്പി ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ ഇപ്പൊ കല്യാണ സദ്യ കഴിച്ചിട്ടില്ല വരുന്നത്, ഇനിയിപ്പൊ ചായ കുടിക്കാ. ആ ചായ. അല്ല അപ്പൊ നിനക്ക് മാത്രം കുളിച്ചാ മതിയാ? ഇവൾക്ക് കുളിക്കൊന്നും വേണ്ടേ? അവളോട് ഞാൻ പറഞ്ഞാണ് അവിടെ പോയിട്ട് കുളിച്ചോന്ന്. എവിടെ? ആ ദാസന്റെ അവിടെ. അയ്യയ്യേ, 2 ആളും കൂടി ദാസന്റെ വീട്ടിൽ പോയിട്ട് കുളിക്കേ? അതിനെന്താ കുഴപ്പം? അല്ല കുളി പോട്ടെ, ആദ്യം കുടിക്കാൻ കുടുംബത്ത് വെള്ളം ഉണ്ടോന്ന് അന്വേഷിച്ചോ നീ? ദേ അവള് വെള്ളത്തിന് പോയതാണല്ലോ. വെള്ളം തന്നില്ല അവര്. വെള്ളം കിട്ടിയില്ലേ? ഇല്ല. അത് വെള്ളം കിട്ടാത്ത എന്താ അവൻ വെള്ളം മോള് കോരിയ വെള്ളം തിരിച്ച് അങ്ങോട്ട് ഒഴിപ്പിച്ചിട്ട് ചീത്തയും പറഞ്ഞു വിട്ടുന്നാ പറഞ്ഞു. ആര്? ഉണ്ണിയും ദമയന്തിയും കൂടെ. അതെന്ത് പരിപാടി അത്? എനിക്കെങ്ങനെ അറിയാം? എന്നോട് ചോദിച്ചാ. 1 കുടം വെള്ളല്ലേ ചോദിച്ചത്? അവര് വെള്ളം തരില്ലാന്ന്, ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അതിനു വേണ്ടി. അയ്യയ്യയ്യേ, അതെന്ത് സ്വഭാവമാണത്? എന്തേ? അവരുടെ വീട്ടിലെ കിണറ്, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വെള്ളം കൊടുക്കുക. അതിന് നമ്മൾ ദേഷ്യപ്പെട്ട എന്താ കാര്യം? നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം. കിണർ അവിടെ വറ്റി കിടക്കല്ലേ, ഒരു 2 കോലക്ക് കുഴിച്ചൂടെ എനക്ക്? എന്റെ അച്ഛ അതിലൊക്കെ പാറയാണ്. എടാ അത് പാറ ആയിക്കോട്ടെ, അപ്പൊ പുറത്ത് കുഴിച്ചൂടെ? ഈ വളപ്പില് വെള്ളം കിട്ടില്ലാന്ന് അതല്ലേ? അല്ലെങ്കിൽ എപ്പോഴോ ചെയ്യില്ലേ? എന്നാ പിന്നെ കുഴൽ കിണർ കുഴിക്കണം, അല്ലാണ്ട് വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അച്ഛ കുഴൽ കിണർ കുഴിക്കണ പൈസ എത്ര വേണം? അതിന് എന്റെ കയ്യിൽ വേണ്ടേ? പൈസ വരും. നമ്മുടെ ആ മത്തായിയുടെ വീട്ടിലെ വെള്ളം ഇല്ലാണ്ട് കുഴൽ കിണർ കുഴിച്ചു. 85,000 റുപ്യെന്നാ പറഞ്ഞു. ആ 85,000 തോന്നുന്നു, 1,00,000 റുപ്യൊക്കെ വരും. എടാ അത് വേണ്ടടാ. നമ്മുടെ ഈ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി പറഞ്ഞ സർക്കാർ അംഗീകൃതമായിട്ട് കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ആനുകൂല്യങ്ങളുണ്ട് അതിനെ. അതിനൊക്കെ പിന്നാലെ നടക്കണ്ടേ കൊറേ? അല്ല പിന്നാലെ നടക്കണം, അവനവന് വേണ്ട കാര്യത്തിന് പിന്നാലെ നടക്കണ്ടേ. പക്ഷെ പകുതി പൈസ വരില്ല എന്നാ പറഞ്ഞു. അങ്ങനെ ശ്രമിച്ചൂടെ? എന്നാലും പൈസ ചെലവൊക്കെ വരും. എന്റെ കയ്യിലായിരുന്നു പൈസ ഇല്ല. ഞാൻ രാവിലെ പണിക്ക് പോകും, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെയുള്ള ആളിപ്പോ ഇതിന്റെ കുഴൽക്കിണറിന്റെ പിന്നെ ഈ സർക്കാർ ഓഫീസ് കൂടെ കയറി ഇറങ്ങി നടന്നാലേ. എന്റെ സത്യം 2 മാസം കൂടി കഴിയണം മഴ പെയ്യാൻ. വെള്ളം കിട്ടാണ്ട് മനുഷ്യൻ ചത്തുപോയില്ലേ? വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ? വേണം. നീ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്, കുഴൽക്കിണർ കുഴിക്കാൻ പറ്റുമെന്ന്. അതിന് വേണ്ട പൈസ ഞാൻ തരാം. എന്താ ഇപ്പൊ എന്താ ചെയ്യാ? അച്ഛൻ പൈസ തരുമോ? അവന് ചിരിയാണ്. അച്ഛൻ പൈസ തരണ കുഴപ്പമൊന്നുമില്ല. അല്ല അതാണെങ്കിൽ അത്ര പൈസ വരില്ല, അതിന് കുറച്ച് പൈസ വരും. അത് ഞാൻ തരാം. 2 എരുമേനാട് വിൽക്കാം, അല്ല ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ വേണോ അച്ഛാ? പിന്നെ വേണ്ടേ? നീ അത് ശ്രമിച്ചോക്ക്, അതിന് വരുന്ന പൈസ ഞാൻ തരാം. എന്നാ നോക്കാം നമുക്ക്. എന്നാലേ ഞാനവിടെ ഇറങ്ങാൻ നോട്ടെ. അച്ഛ ഇരിക്കെ കുറച്ച് കഴിഞ്ഞ് പോവാം. അച്ഛ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോ പോയാ മതി. അതെല്ലേ? ആ പിന്നല്ലാതെ. ശരി, ഈ വെയിലത്ത് പോണ്ട. അതേ പാലട കുടിച്ചിട്ടാ തോന്നുന്നു വയറിനൊരു തളക്കില് വയറിന്റെ ഉണ്ട്. ഞാനെന്നേ ബാത്റൂം പോയിട്ട് വരാം. അമ്മേ അതേ അച്ഛൻ പൈസ തരാണെങ്കിൽ നമുക്ക് കുഴൽക്കിണറടിക്കാം. എന്നാലും എനിക്കൊരു വിഷമം. നിനക്കെന്തൊരു വിഷമം? അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. എടി എരുമ പാലും മൂത്രമൊക്കെ തരുള്ളൂ, വെള്ളം തരൂലല്ലോ. തരുവാ? അത് ശരിയാ. അവരെന്താണ്? അയ്യോ അച്ഛൻ കക്കൂസിലേക്കല്ലേ പോയത്? അവിടെ വെള്ളമില്ല. വെള്ളമില്ലേ? ഇല്ല. ഹലോ സാറേ, മന്മോഹൻ സാർ ലീവായിരുന്നു. മന്മോഹൻ സാറാ, ഇന്നലെ കോയ സാറെ കണ്ടിരുന്നോ നീ? ഇല്ല. ആ എടാ സുധിയേ, അപ്പൊ നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലേ? എടാ ഈ മന്മോഹൻ സാറ് വരുന്ന ദിവസം കോയ സാറ് വരില്ല, കോയ സാറ് വരുന്ന ദിവസം മന്മോഹൻ സാറ് വരില്ല. അത് അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അല്ല ഞാൻ കുറെ ഇങ്ങനെ നോക്കുന്ന എന്ന പരിപാടി. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അന്വേഷിച്ചാലേ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയരുത് കേട്ടാ. ഇല്ലില്ല, വർക്കിംഗ് അറേഞ്ച്മെന്റ്സിനെ പറയാവൂ. സാറേ. ആ സാറേ നമസ്കാരം. ആ നമസ്കാരമുണ്ട്. വെള്ളം കുടിക്കാൻ മാർഗമില്ല സാറേ. തനിക്കാ? ആ. എന്തെന്റെ പേര്? പേര് സത്യശീലൻ. ഐ കണ്ടിട്ട് വെള്ളം കുടിക്കാൻ എല്ലാത്തിനും വീട്ടിൽ നിന്നാന്ന് തോന്നില്ലല്ലോ. സത്യമാണ് സാറേ. എന്ത് സത്യം? വീട് ഒരു കടലാസ് എടുക്കും, എന്തെങ്കിലും ഒരു വെക്കും, എന്റെ നാട്ടുകാരൻ പോലും കാര്യം പറയും. ചേച്ചി ഞാൻ ഇത് പണിക്കാരൻ പോട്. അല്ല വല്ല പണിക്കും പൊക്കൂടെ നിനക്കെന്നാ? അല്ല പണിക്ക് പോകുന്നുണ്ട്, എന്നിട്ട് പണിക്കൊക്കെ ഞാൻ പോകുന്നുണ്ട്. പക്ഷെ കിണറ്റിൽ തുള്ളി വെള്ളമില്ല. എന്തായാലും ബക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തി കുറുക്കി കിട്ടിയാൽ തന്നെ ഒരു ലേശം വെള്ളം കിട്ടും. കിണറ്റില് വെള്ളമില്ലാത്ത കാര്യമാണ് പറഞ്ഞേ. അത് കാലവർഷം പെട്ടെന്ന് പിടിക്കും കേട്ടോ, അപ്പൊ ശരിയായിക്കോളും.
സാറേ മഴ പെയ്താലും വെള്ളം നിൽക്കില്ല കിണറ്റില് സാറേ. എന്താ അങ്ങനെ? എന്താന്നറിയില്ല. വേറെ കിണർ കുത്തും പറ. ആ ഇല്ല, വേറെ കിണല് അവിടെ കുത്താൻ പറ്റില്ല സാറേ. അതത് ഇപ്പൊ ഞങ്ങളുടെ ആ വളപ്പിൽ എവിടെ കുഴിച്ചാലും പിന്നെ വെള്ളം കാണില്ല, സ്ഥാനമില്ല കിണറിനെന്നാ പറഞ്ഞു. ആ അപ്പൊ പെട്ടല്ലോ അല്ലേ? ആകെ പെട്ടു ഉം. സാറേ. ഇത് മറ്റേ കുഴൽ കിണറിനുള്ള അപേക്ഷയാണ്. എനിക്ക് ഒരു കുഴൽ കിണർ എനിക്ക് തരാം സാറേ. ഒന്ന് മതി അല്ലേ? ഒന്ന് മതി. ആദ്യം കോയ സാറിനെ പോയി കാണണം. കോയ് സാറ്? കോയ സാറിന്റെ അപ്പുറത്തെ റൂമിലേ ആ. കോയ സാറിനെ കണ്ടിട്ട് കാര്യങ്ങൾ പറയണം. അതെയോ? ആ ഇത് കൊണ്ടുപോളൂ. ആ ശരി. ശരി.